തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ 17ാം ലോക്സഭയെ നിയന്ത്രിച്ച ഓം ബിർളയ്ക്ക് സ്പീക്കർ എന്ന നിലയിൽ ഇത് രണ്ടാം ഊഴമാണ്. 1952നും 76നും ശേഷം തെരഞ്ഞെടുപ്പിലൂടെ സ്പീക്കർ പദവിയിലെത്തിയ മൂന്നാമൻ എന്ന ഖ്യാതിയും ഓം ബിർളയ്ക്ക് സ്വന്തം. എന്നാൽ സ്പീക്കർ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവ സമ്പത്തിൻ്റെ തിളക്കം മതിയാകുമോ 18ാം ലോക്സഭയെ നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഓം ബിർളയെ സംബന്ധിച്ച വെല്ലുവിളി. माननीय अध्यक्ष जी, 2014 മുതൽ രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ സാമാജികൻ സുമിത്ര മഹാജന്റെ പിന്മുറക്കാരനായി 2019 സഭാനാഥന്റെ കസേരയിലെത്തിയ ഓം ബിർള ശൈലി കൊണ്ടും സഭാ നിയന്ത്രണ മികവ് കൊണ്ടും വ്യത്യസ്തനായി. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സാമാജികരെ ഒരേ നിലയിൽ കാണാൻ ശ്രമിച്ച ഓം ബിർള പക്ഷേ സ്പീക്കർ കസേരയിൽ കർക്കശക്കാരനാണ്. തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൈത്രയെ പുറത്താക്കിയതും 100-ലധികം എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടികളും ഓം ബിർളയിലെ കർക്കശക്കാരനായ സ്പീക്കറെ തുറന്നു കാട്ടുന്നു. 3 ക്രിമിനൽ നിയമങ്ങൾ, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം, രാമക്ഷേത്ര പ്രതിഷ്ഠാ പ്രമേയം, നിയമനിർമ്മാണങ്ങളടക്കം ഓം ബിർള നിയന്ത്രിച്ച സഭയിലെത്തിയത് സുപ്രധാന സംഭവങ്ങൾ. नो आप क्यों डिबेट कर रहे हैं? वो विषय नहीं. नो देखिए अपन इस विषय को only point is already there is an announcement will attack ये एक मिनट प्रेमचंदन जी देखो, एक मिनट एक सेकंड, मैं एक मिनट आपको बोलने का मौका दूंगा. 1 मिनट मेरी बात सुने आप प्लीज. രാജസ്ഥാൻ നിയമസഭയിലേക്ക് 2003ലും 2008ലും 2013ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയ ഓം ബിർള നിയമസഭാ സാമാജികന്റെ കുപ്പായം അഴിച്ചുവെച്ചാണ് 2014ൽ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. 2ാം UPA സർക്കാരിന്റെ നയങ്ങളെ സഭയ്ക്കുള്ളിൽ ഇഴകീറി വിമർശിച്ച ഓം ബിർള ലോക്സഭാ സാമാജികൻ എന്ന നിലയിലും ശ്രദ്ധേയനായി. 86% MP എന്ന നിലയിൽ 2014ൽ ഓം ബിർളയുടെ ഹാജർ നില. 671 ചോദ്യങ്ങൾ ചോദിക്കുകയും 163 ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത അനുഭവ സമ്പത്ത് ചെറുതല്ല. I invite Sri Om Birla to occupy the chair. തെരഞ്ഞെടുപ്പിലൂടെ സ്പീക്കർ പദവിയിലെത്തിയ മൂന്നാമൻ, 2 പതിറ്റാണ്ടിനിടെ 2 തവണ സ്പീക്കർ സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തി, ഡെപ്യൂട്ടി സ്പീക്കറില്ലാതെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ സ്പീക്കർ, പുതിയ സഭാമന്ദിരത്തിലെ ആദ്യ സ്പീക്കർ എന്നിങ്ങനെ ഖ്യാതികൾ ഏറെയാണ് ഓം ബിർളയ്ക്ക്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നിര ശക്തിയാർജിച്ച 18ാം ലോക്സഭയെ നിയന്ത്രിക്കുക ഓം ബിർളയ്ക്ക് വെല്ലുവിളിയാകുമോ എന്നതാണ് ആകാംക്ഷ. ജനം, ഡൽഹി.